അഞ്ജലി പ്രധാനമായും തമിഴ്, തെലുങ്ക് സിനിമകളിലാണ് അഭിനയിക്കുന്നത്. തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേത്രികളിൽ ഒരാളായി അഞ്ജലി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. 3 ഫിലിംഫെയർ അവാർഡുകൾ, സൗത്ത് 2 നന്ദി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മോഡലിംഗിലൂടെ ആണ് അഞ്ജലി തന്റെ കരിയർ ആരംഭിച്ചത്. അതിനുശേഷം സിനിമയിലേക്ക് അവസരം ലഭിച്ചു. ഫോട്ടോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചത്. അവരുടെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായ ചിത്രം 2010-ൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം അങ്ങാടി തെരു ആയിരുന്നു. അതിലെ അഭിനയത്തിനും തുടർന്ന് അടുത്ത വർഷം 2011-ൽ പുറത്തിറങ്ങിയ എങ്കേയും എപ്പോതും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് തുടർച്ചയായി 2 തവണ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ്, തമിഴ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിവ അവർ നേടിയിട്ടുണ്ട്. 2013 മുതൽ 2014 വരെ കാലയളവിൽ സീതമ്മ വക്കില്ലോ സിരിമല്ലെ ചെട്ടു, ബാലുപോ, മസാല, ഗീതാഞ്ജലി, ഡിക്റ്റേറ്റർ എന്നീ ചിത്രങ്ങളിലൂടെ തെലുങ്ക് സിനിമയിൽ അവർ തുടർച്ചയായ വിജയം നേടി. ഹൊറർ കോമഡി ചിത്രമായ ഗീതാഞ്ജലിയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള നന്ദി അവാർഡ് അവർക്ക് ലഭിച്ചു. 1986 ജൂൺ 16 ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയിലെ റാസോളിൽ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് അഞ്ജലി ജനിച്ചത്. അവർക്ക് 2 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. റാസോളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറി അവിടെ ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി പഠനം തുടർന്നു. ഒരു അഭിനേതാവാകാൻ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അവർ അവളിലൂടെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചെന്നും അഞ്ജലി അഭിപ്രായപ്പെട്ടു. അങ്ങാടി തെരുവിലെ കനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തമിഴ് സിനിമയിലെ ഏറ്റവും അവിസ്മരണീയമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 2010-ലും 2011-ലും Rediff.com അഞ്ജലിയെ അവരുടെ മികച്ച തമിഴ് നടിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. അങ്ങാടി തെരു, എങ്കേയും എപ്പോതും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് 2002-ൽ സംവിധായകൻ കലഞ്ചിയത്തിന്റെ സതമിത്രി മുത്തമിഴു എന്ന ചിത്രത്തിൽ സുന്ദരി എന്ന പേരിൽ അഭിനയിക്കാൻ അഞ്ജലി കരാർ ഒപ്പിട്ടു. പക്ഷേ പിന്നീട് ആ ചിത്രം യാഥാർത്ഥ്യമായില്ല. അഞ്ജലിക്കൊപ്പം വാലിബ ദേശം, എൻ കനവ് താനാതി എന്നീ 2 ചിത്രങ്ങളും സംവിധായകൻ ആരംഭിച്ചു. എന്നാൽ അവയും യാഥാർത്ഥ്യമായില്ല. മോഡലിംഗ് ജോലികളിൽ ഒന്നിനിടെ സംവിധായകൻ ശിവ നാഗേശ്വര റാവു അവളെ കണ്ട് ഇഷ്ടമിപ്പെട്ടു. അദ്ദേഹം തന്റെ തെലുങ്ക് ത്രില്ലർ ചിത്രമായ ഫോട്ടോയിൽ ഒരു പ്രധാന വേഷം വാഗ്ദാനം ചെയ്തു. ഗാനരചയിതാവ് കുലശേഖർ സംവിധാനം ചെയ്ത പ്രണയ ചിത്രമായ പ്രേമലേഖ റാസ എന്ന തെലുങ്ക് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചു. ആ വർഷം അവസാനം റാം സംവിധാനം ചെയ്ത കട്ടത് തമിഴ് എന്ന ചിത്രത്തിലൂടെയാണ് അവർ തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ആ ചിത്രം ശക്തമായ നിരൂപക പ്രശംസ നേടി. അധ്യാപികനായി മാറിയ ഒരു മാനസിക രോഗിയുടെ ബാല്യകാല സുഹൃത്തും പ്രണയിനിയുമായ ആനന്ദിയുടെ വേഷത്തിന് അഞ്ജലി നിരൂപക പ്രശംസ നേടി. ആ വർഷത്തെ മികച്ച പുതുമുഖ നടിക്കുള്ള വിജയ അവാർഡ് അവരുടെ അഭിനയത്തിന് ലഭിച്ചു. കൂടാതെ